നെന്മാറ പഞ്ചായത്തിന് സമീപത്ത് ഉപയോഗശൂന്യമായി കിടന്ന പൊതുകിണർ ശുചീകരിച്ചു. നെന്മാറ പഞ്ചായത്തിന് സമീപത്ത് 10 വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്ന പൊതുകിണറാണ് പഞ്ചായത്ത് ശുചീകരിച്ചത്. രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധർ കിണറിന് സമീപത്തിരുന്ന് മദ്യപിക്കുകയും കുപ്പിയും മറ്റും കിണറ്റിലിടുകയും ചെയ്യുന്നത് പതിവായിരുന്നു. കൂടാതെ കിണറ്റിന് സമീപത്തെ മരച്ചില്ലകൾ കിണറ്റിലേക്ക് ഒടിഞ്ഞു വീഴുകയും ഇവ അഴുകുകയും ചെയ്യുന്നതും കിണറിനെ മലിനമാക്കിയിരുന്നു. പഞ്ചായത്ത് കോംപ്ലക്സിന് സമീപത്ത് പ്രവർത്തിക്കുന്ന തട്ടുകടകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവർ കിണറ്റിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതും വെള്ളം മലിനമാക്കി. നിലവിൽ കിണർ ശുചീകരിച്ച് മുകളിൽ നെറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ കിണർ വൃത്തിയാക്കി സംരക്ഷിക്കുമെന്നും സമീപത്തെ കടകൾക്കും സ്ഥാപനങ്ങൾക്കും കിണർ ഉപകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് CC സുനിൽ പറഞ്ഞു. മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന പൊതുകിണറാണ് ഈ കിണർ. പക്ഷേ ബസ് സ്റ്റാൻഡിലെ കടകൾ, ചെറുകിട വ്യാപാരികൾ, കടകൾ, ടോയ്ലറ്റ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത് ഈ കിണറിൽ നല്ല ശുദ്ധത്തിലുള്ള കിണറായിരുന്നു. പക്ഷേ കുറേ കാലമായിട്ട് നമ്മളത് അതിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് ചെളി അടിയുകയും പാഴ്ചെടികളൊക്കെ വളർന്ന് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ നമ്മുടെ മഴക്കാല പൂർവ്വ രോഗപ്രതിരോധത്തിൻ്റെ ഭാഗമായി ആദ്യം വൃത്തിയാക്കപ്പെട്ടത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഈ കിണറാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ നല്ല പൊതു സ്ഥലത്ത് നിൽക്കുന്ന ഏതിനെയും മോശമാക്കുന്നൊരു പ്രവണത നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. ഈ കിണറിലും തന്നെ ഇതിന് മുമ്പ് ഇതിൽ പച്ച ഷീറ്റിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിരുന്നില്ല. ഇവിടെ പല ആളുകളും ഇതിൻ്റെ ചുറ്റും മദ്യപിക്കുന്ന, രാത്രി കാലങ്ങളിൽ മദ്യപിച്ചതിന് ശേഷം ഇതിൻ്റെ ഗ്ലാസും മറ്റൊക്കെ ഈ വലയുടെ ഉള്ളിൽ കൂടെ ചുരുട്ടിക്കൊണ്ട് ഇതിനകത്ത് ഇടുന്നതായിട്ട് നടക്കും. അപ്പോൾ നമ്മളിനി ഇത് ഇരുമ്പിൻ്റെ ഷീറ്റിട്ട് ഇത് മറയ്ക്കാൻ പോകാം. ഫുള്ളായിട്ട് ഇരുമ്പിൻ്റെ ഷീറ്റ് വാങ്ങിയിട്ട് ഇത് മുഴുവനായിട്ട് മറയ്ക്കാൻ പോകും. ഷീറ്റ് വലകൾ, ചെറിയ വലകളുള്ള ഇരുമ്പ് ഷീറ്റിന് മറയ്ക്കാൻ പോകും. മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ പച്ചക്കറി കിട്ടിയത്. അപ്പോൾ അതിൻ്റെ സുരക്ഷ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മൾ കണക്കൂട്ടുകയാണ്. ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളമാണ്. അത് പൊതുസമൂഹത്തിനൂടെ ഇത് ബാധ്യതയുണ്ട്. ഇതിനെ ഇതേപോലെ നല്ല വൃത്തിയും എടുത്തുകൊണ്ട് നിലനിർത്തുന്ന ഭാഗത്ത് പൊതുസമൂഹത്തിൽ ഉള്ളതാണ്. ഇനി മുതൽ നെന്മാറ പഞ്ചായത്തിൻ്റെ പരിസരങ്ങളിൽ ഇത്തരം രാത്രികാലങ്ങളിൽ അനാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ശക്തമായ നടപടി സ്വീകരിക്കാൻ നമ്മൾ പഞ്ചായത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും ക്യാമറ സ്ഥാപിക്കുവാനും തീരുമാനമെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.